അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ചെമ്മീൻ മജ്ബൂസാണ്. ഫ്രൈഡേ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ആ മജ്ബൂസ് ഉണ്ടാക്കണം എന്നുള്ളത്. ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, മട്ടൺ വെച്ചിട്ടുണ്ടാക്കാം, ബീഫ് വെച്ചിട്ടുണ്ടാക്കാം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയത് ചെമ്മീൻ വെച്ചിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അറബിക് റൈസാണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം. അതായത് നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ഒക്കെ ആ ഒരു വേരിയേഷനിൽ വരുന്നതാണിത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കാര്യങ്ങളുടെ മാറ്റം കൊണ്ട് ടേസ്റ്റിനും ചെറുതായിട്ട് മാറ്റം വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനുള്ളൂ. അല്ലാണ്ട് കാണാനും നമുക്ക് ഇറച്ചിച്ചോറ് പോലെയാണ്, ഉണ്ടാക്കാനും ചെറുതായിട്ട് ഒരു ഇറച്ചിച്ചോറിൻ്റെ സ്റ്റൈൽ ഓഫ് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ബസ്മതി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കിലോ ചെമ്മീനാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ കട്ട് ചെയ്യുമ്പം കുറച്ച് തലയും വാലും ആയിട്ടും പിന്നെ അല്ലാണ്ടും തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും വേണം. ആ ഗ്രീൻ കളറിൽ കപ്പിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കം അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. ഞാനിപ്പം ക്യാപ്സിക്കം അരച്ചിട്ട് പേസ്റ്റാക്കി എടുത്തതേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ട്. അതായത് റെഡ് ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചെടുക്കുന്ന പൗഡറാണ്. ഒരു മുളക് പൊടീൻ്റെയൊക്കെ കളറാണ്, പക്ഷേ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം അതാണ് ശരിക്കും ഇതിൽ എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ആ പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ക്യാപ്സിക്കം ഗ്രീനും യെല്ലോവും കൂടെ മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഇറച്ചിച്ചോറിൽ നിന്നും ഈ ഒരു മജ്ബൂസിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ മജ്ബൂസിലേക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം, അതല്ലെങ്കിൽ ഗ്രിൽ ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് ഇപ്പം ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഒരു 2-3 എണ്ണം വേറെ തന്നെ തലയും വാലൊന്നും ഇല്ലാത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചെമ്മീനിലേക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനായിട്ട് ഞാനിപ്പം ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ക്യാപ്സിക്കം അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ഒരു 1-2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കുമ്പം ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അറബിക് റൈസിന് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണയൊന്നും എടുക്കണ്ട, ആ ടേസ്റ്റിനേ മാറ്റം വന്നു പോകും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പോരാൻ തോന്നിയതുകൊണ്ട് 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് സമയം ഒന്നങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അരി ഒന്ന് നന്നായി കഴുകിയിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പം ഞാനിപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അരി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുതിർന്നതിന് ശേഷം കഴുകുമ്പം ചിലപ്പോൾ അരി പൊടിഞ്ഞു പോകാനൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം അരി ഒന്ന് നന്നായി കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 വെള്ളത്തിൽ ഞാനിപ്പം നന്നായിട്ട് അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് അങ്ങനെ അങ്ങ് കുതിർത്ത് വെക്കാം. അങ്ങനെ അരി അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി റൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് നേർമയായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ്. ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 പീസ് ചെമ്മീൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചതച്ചതിന് ശേഷം ഈ ചോറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. പിന്നെ ഒരു 2 പച്ചമുളക് കീറണ്ട, അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഒരു ചെറിയ തക്കോലം, പിന്നെ അതുപോലെ തന്നെ ജാതിപത്രിയുടെ ഒരു ചെറിയ പീസും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്സിക്കം അരച്ചിട്ടുള്ള പേസ്റ്റാണ്. ഇനി ഇതെല്ലാം പാപ്രിക്ക പൗഡർ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ എടുക്കാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ തക്കാളി പ്യൂരിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തത്. വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതാണ്, ഒരു പ്യൂരി ആക്കി എടുത്തതാണ്. ഇങ്ങനെ അരച്ചിട്ട് പ്യൂരി ആക്കി എടുക്കുന്നതിന് പകരം നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അരക്കുമ്പം തക്കാളി കാണാനുണ്ടാവില്ല. പിന്നെ ഈ ഒരു മജ്ബൂസിന് അതൊരു സ്പെഷ്യാലിറ്റിയും കൂടിയാണ്.
പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ, ഉണക്ക നാരങ്ങ വേണം. മജ്ബൂസിൻ്റെ അതായത് അറബിക് റൈസിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഡ്രൈഡ് ലെമൺ. പിന്നെ അതുപോലെ തന്നെ ഓയിലും നെയ്യും, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുത്താലും മതി. അപ്പോൾ ഇനി ചോറിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടികളൊക്കെ വേണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ മജ്ബൂസ് മസാല ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവയാണ് ഞാൻ എടുത്തത്. ഇതിപ്പം ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ അളന്നെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അതായത് ഞാനിപ്പം 1 ഗ്ലാസ്സാണ് അരി എടുക്കുന്നത്. ആ സെയിം ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ കളർ എന്താണെന്ന് വെച്ചാൽ കാപ്സിക്കം ഞാൻ അരച്ചെടുത്തപ്പോൾ മിക്സിയിൽ കുറച്ചുണ്ട്, അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതാണ്. മിക്സി കഴുകിയെടുത്തതിൻ്റെ ആ ഒരു കളറാണ്. അപ്പോൾ വെള്ളം തിളക്കാനായിട്ട് ഞാനിപ്പം ഗ്യാസ് അടുപ്പിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് ഇനി നമുക്ക് ഉണ്ടാക്കാം. ആ സമയത്തേക്കും വെള്ളം അങ്ങ് തിളച്ചോളും. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 അല്ലെങ്കിൽ ഒലിവ് ഓയിൽ മാത്രം എടുത്താലും മതി. പിന്നെ ഈ ഗീ ചേർത്ത് കൊടുക്കുമ്പം ചോറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. അപ്പം നെയ്യ് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആദ്യം ഞാനിപ്പം കുറച്ച് കാഷ്യൂ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കാഷ്യൂ. അങ്ങനെ ഇപ്പം കാഷ്യൂ അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ നെയ്യിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. കാഷ്യൂവിൻ്റെ കൂടെ കുറച്ച് കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു റൈസിന് ശരിക്കും കിസ്മിസിൻ്റെ ആവശ്യമില്ല, കാഷ്യൂ മാത്രം മതിയാവും. അപ്പോൾ കാഷ്യൂ ഇപ്പം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. 1-2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ജാതിപത്രിയും ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട സ്പൈസസ് ഒന്നും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സ്പൈസസ് ഒക്കെ അത്യാവശ്യം അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തത്. നിർമ്മയായി കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഉള്ളീൻ്റെ വിലയേറിയ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ്. കാരണം കുറേ ഉള്ളിയൊന്നും ഈ ഒരു റൈസിന് ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉള്ളി നന്നായിട്ട് മാളി നന്നായി വഴന്നിട്ട് കുഴഞ്ഞ പോലെയായി ഒന്ന് കളറൊക്കെ ജസ്റ്റ് മാറി വരണം. അതുവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി മാളി വരാനായിട്ട് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ സവാളയിൽ കടന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൊടിയുണ്ട്, മജ്ബൂസ് മസാല പൊടിയുമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാപ്രിക്ക പൗഡറാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂണോളം അല്ലെങ്കിൽ 2 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിയൊക്കെ നന്നായി മിക്സാക്കിയിട്ടുണ്ട്, നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിപ്പം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഒരു 2 എണ്ണം ഉണ്ടല്ലോ, അതൊന്ന് കല്ലിലിട്ട് ചതച്ചിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് അങ്ങ് ചോറ് വേവുന്ന സമയത്ത് വേവിച്ചെടുക്കുമ്പം ചോറിന് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, തക്കാളി പ്യൂരി, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കം അരച്ച ആ പേസ്റ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ആ ഒരു തക്കാളീൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. തക്കാളീൻ്റെ പച്ചമണം മാറിക്കിട്ടണം, എന്നാലേ ചോറിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഞാനിപ്പം തക്കാളി അരച്ച് ചേർത്തത് അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ തക്കാളീൻ്റെയൊക്കെ ആ പച്ചമണം മാറാനായിട്ട് ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ചാൽ മതി, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്തേക്ക് ഞാനിപ്പം വെള്ളത്തിൽ നിന്ന് അരി ഊറ്റി അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്നങ്ങ് അവിടുന്ന് വാർന്ന് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി എന്തായെന്ന് നോക്കാം. ഞാനിപ്പം മൂടി തുറന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കണം. തക്കാളീൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കീറൊന്നും ചെയ്യേണ്ട, കട്ട് ചെയ്യുകയൊന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഡ്രൈഡ് ലെമണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
പിന്നെ പൊതുവേ അറബിക് റൈസ് എന്ന് പറയുന്നത് ഒരുപാട് സ്പൈസി ആയിരിക്കില്ലല്ലോ, എന്നാൽ എല്ലാ ഫ്ലേവറും കിട്ടുന്ന കണക്കിനുള്ളത് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ തക്കാളിയുടെയൊക്കെ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, നെയ്യൊക്കെ പുറത്ത് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഈ അരിയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ച് വരുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അങ്ങ് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വറുത്തെടുക്കുന്ന ചോറിലൊരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടായിട്ടുള്ള വെള്ളം തന്നെ, തിളച്ച് വരുന്ന ആ വെള്ളം തന്നെ ഈ അരിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് മറന്നു പോകരുത്. ഞാനിപ്പോൾ 1 ഗ്ലാസ്സാണ് അരി എടുത്തത്, അതിന് കണക്കായിട്ട് 2 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി എല്ലാം മിക്സാക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അങ്ങ് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ചിട്ട് ഒന്ന് തിള വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. നന്നായി തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഉള്ള 5 മിനിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോ ആക്കി വെക്കുക. വെള്ളം വറ്റിയാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അടി കരിഞ്ഞു പോകും. അപ്പോൾ ചോറ് അവിടെ വേവുന്ന സമയത്തേക്കും ഞാനിപ്പം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യ് നന്നായി ചൂടായി വന്നപ്പം ഇതിലേക്ക് ഞാനിപ്പം ചെമ്മീൻ അങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഗ്രില്ല് ചെയ്തിട്ടെടുത്താലും മതി, അധികം നെയ്യിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വരുമ്പം അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയം ഇങ്ങനെ എണ്ണയിൽ ചൂടിൽ വെക്കരുത്, റബ്ബർ പോലെ ആയിപ്പോവും ചെമ്മീൻ. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അടുത്ത ഭാഗവും തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ചെമ്മീൻ ഇപ്പം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മൊത്തത്തിൽ ഞാനിപ്പോൾ അങ്ങ് ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് നെയ്യൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും കുറച്ചൊന്ന് ഈർപ്പമുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിക്കോളും. നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചോറിപ്പം ഞാൻ അടിതൊട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലാണ് നമ്മൾ ചെമ്മീൻ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുന്നത്. ചോറിപ്പം ചെറുതായിട്ടൊരു ഉള്ളു കടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കുക്കായിക്കോളും. അങ്ങനെ ചോറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എല്ലാ സൈഡിലേക്കും ആയിട്ട് ചെമ്മീൻ അങ്ങനെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് മസാലയൊന്നും ഇല്ലല്ലോ, ആ ഉള്ള നെയ്യ് അങ്ങ് മുകളിലേക്ക് അങ്ങനെ അങ്ങ് വടിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ എന്തായാലും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെമ്മീൻ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്, അവിടെ നമുക്ക് ചാർക്കോൾ ഇട്ടിട്ട് പുകച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ചെമ്മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വിതറി കൊടുക്കാം. എന്നിട്ടിപ്പം ഒരു ചെറിയൊരു പാത്രത്തിൽ ഞാനിപ്പം ചാർക്കോൾ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അങ്ങനെ അങ്ങ് പുക വരുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. ബാക്കി ചോറങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുക്കായതാണെങ്കിൽ ഫ്ലെയിം വെക്കണ്ട, ചാർക്കോൾ മാത്രം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ ഞാനിത് മൂടി തുറക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാർക്കോളിൻ്റെ ആ ഒരു കനലൊക്കെ അങ്ങ് അടങ്ങിയിട്ടുണ്ട്. ഇനി എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ. അപ്പം ഞാനിതിപ്പം നേരത്തെ എൻ്റെ അടുത്ത് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് മുകളിലിട്ട് ആ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് അടിതൊട്ടങ്ങ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ചെമ്മീൻ്റെ ഫ്ലേവറും കിട്ടും. പിന്നെ ആ ഒരു പൊരിച്ചതിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എല്ലായിടത്തും പിടിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മജ്ബൂസ് ഞാനിപ്പം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ആ ഒരു സ്മോക്കി ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ചെമ്മീനും കൂടി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അരിയും നല്ല അരിയാണിത്. ആ ഒരു എന്താ പറയുക, ബസ്മതി അരിയാണെങ്കിലും അതിലേറ്റവും നല്ല അരിയായിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ, ഏറ്റവും എളുപ്പം. ഞാനിത് ഒരു അരമണിക്കൂർ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മജ്ബൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും അത്രയും ടൈമേ വേണ്ടി വരുള്ളൂ. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. Until keep watching Maimun's Kitchen. Take care and bye. Thank you.